അങ്ങനെ ഞങ്ങളുടേതാ മൂന്നാമത്തെ ദിവസത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി കണ്ട ഈഫൽ ടവറിനെ പകലിൽ എത്ര ഭംഗിയുണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇപ്പോൾ ഇത്. ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷൻ M14 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ബേഴ്സി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തി. ഇതിപ്പോൾ ഒരു ഇൻ്റർചേഞ്ച് ആണ്. ഇനി നമുക്ക് അവിടുന്ന് M6 എടുത്തിട്ട് ബിർ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് ഈഫൽ ടവർ കാണുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ M6 എവിടേക്കാണ് നമ്മൾ ഇപ്പോൾ ബേഴ്സിയിലാണ് നമ്മളുള്ളത്. ഇനി ബിർ ഹക്കീമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാ നമ്മൾ ബിർ ഹക്കീം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളിതാ ഈഫൽ ടവറിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെയാണ് ഈഫൽ ടവർ ഉള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം ഭയങ്കര ഒരു ചിലവ് എന്നുള്ളതില്ല. മറ്റേ നമ്മുടെ നാട്ടിലാവുമ്പോൾ നമ്മൾ അധികവും ടാക്സിയൊക്കെ അല്ലേ യൂസ് ചെയ്യും. ഇവിടെയൊക്കെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. എല്ലാം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളധികവും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ നല്ല സുഖമാണ് കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ നിറച്ച് കച്ചവടക്കാരുണ്ട്. ഈ ഈഫൽ ടവറിൻ്റെക്ക് അവിടേക്ക് പോകുന്ന ഈഫൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഈ ചെയിനുകൾ, ഈഫൽ ടവറിൻ്റെ ചെറിയ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ആ ദൂരെയുള്ളത് കാണാനില്ലേ, അതാണ് ഈഫൽ ടവർ. നമ്മളതിൻ്റെ അടുത്തേക്ക് പോകാൻ മാജിക് ഷോ പോലെ കണ്ടതാട്ടോ സ്ട്രീറ്റിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാണിച്ചു കൊടുക്കും. ഈഫൽ ടവർ എന്ന് പറയും. ഞാൻ കുറച്ചും കൂടെ പറയാം. എന്തൊക്കെയാ പറയൂ. ഫോട്ടോ എടുക്കല് കഴിഞ്ഞു. അച്ഛനും അവിടെ ഒരു ഗാർഡനായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റസ് ഉണ്ട്. യൂറിനലിന് പോയി ക്യൂ നിക്കണം. വേറെ ആരുമില്ല, ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ.
എന്നിട്ട് അമ്മയൊക്കെ വിളിച്ചു. അമ്മയൊക്കെ ഇവിടെ നിന്നുണ്ട്. വ്ളോഗിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, പതേ പതേ, കുതേ കുതേ. കഴിഞ്ഞോ? അങ്ങനെ ഞങ്ങളിതാ ഈഫൽ ടവറും എല്ലാം കണ്ട് സീൻ നദിയൊക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പുമായി തുടങ്ങി എല്ലാവർക്കും. കുഞ്ഞുണ്ണി ഇടയ്ക്ക് അവിലൊക്കെ കഴിച്ചായിരുന്നു, അതുകൊണ്ട് ഉഷാറാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിസ്സ ആക്കാമെന്ന് വിചാരിച്ചു. പാരീസിൽ വന്നിട്ട് പിസ്സ കഴിക്കണ്ടേ, അപ്പോൾ പിസ്സ കഴിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ വന്നപ്പോൾ കഴിച്ച ഷോപ്പ് അവർക്ക് പരിചയമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് പിസ്സ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ എല്ലാ ഒരുവിധം വെജ് പിസ്സകൾക്കും ഒക്കെ 13 യൂറോയൊക്കെയാണ്. അപ്പോൾ ടേക്ക് അവേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ 9 യൂറോയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 2 പിസ്സ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പിസ്സ ആയതുകൊണ്ട് 2 എണ്ണം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് ടേക്ക് അവേ എടുത്തിട്ട് നമ്മൾ നിന്നായിരുന്ന അതേ സ്ഥലത്തേക്ക് ഈഫൽ ടവറിൻ്റെ ഒരു വാക്ക് ഉണ്ട്, അപ്പോൾ അവിടെ തിരിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലമായിട്ടുള്ള ലക്സംബർഗ് ഗാർഡനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ മെട്രോയിൽ കയറിയിട്ട് മെട്രോയിൽ ബിർ ഹക്കീമിൽ നിന്ന് ഞങ്ങൾ റാസ്പെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്സംബർഗ് ഗാർഡനിൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു ആവേശമായിരുന്നു ദേ ഈ കുഞ്ഞുണ്ണിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഉഷാറായിരുന്നു അവൻ. അങ്ങനെ ഞങ്ങളിത് ലക്സംബർഗ് ഗാർഡനിലെത്തി. നല്ല രസമുള്ള ഒരു ഗാർഡനാട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വലുതായതുകൊണ്ട് ആൾക്കാരുടെ ആ തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ നടക്കാം. നമ്മുടെ ബാംഗ്ലൂരത്തെ ഏകദേശം ഒരു കബൺ പാർക്കിൻ്റെ ഇരട്ടി ഉണ്ടാവും, അത്ര വലുപ്പമുണ്ട്. ഞങ്ങളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് തുടങ്ങി. എവിടെയാ പാർക്ക് എന്ന് അറിയാത്തത് കൊണ്ട് അതും കൂടെ ഉണ്ട്. അതാ അവിടെ ഉണ്ട്. പാർക്കിലേക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും മാത്രമേ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയുള്ളൂ. ബാക്കി എല്ലാവരും വെറുതെ അപ്പുറത്തൊക്കെ നടക്കാനായിട്ട് പോയി.
എവിടെ സിപ്പ് ലൈൻ കാണിച്ചു കൊടുത്താലോ നമുക്ക്? ആദ്യമായിട്ടാ സിപ്പ് ലൈൻ. ഇതാണ് സിപ്പ് ലൈൻ കേട്ടോ. അങ്ങനെ തൂങ്ങിപ്പിടിച്ച് അങ്ങനെ കുഞ്ഞുണ്ണിയുടെ കളിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ക്ഷീണമായിട്ടുണ്ട്. പക്ഷേ കാണിക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പാർക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തണുപ്പുണ്ട്. പിന്നെയും തൊപ്പിയും സ്വെറ്ററൊക്കെ ഇടിയിച്ചു. എന്തായാലും നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ പറഞ്ഞ പോലെ ആ ഇലകളെല്ലാം വീണ് കിടന്നിട്ട് ശരിക്കും ഒരു പരവതാനി പോലെയാണ്. മണ്ണ് കാണാത്ത വിധം ആ ഇലകളാണ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത്. ആ കാണുന്നതാണ് ലക്സംബർഗ് പാലസ്. ലക്സംബർഗ് പാലസ് 1620 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ലൂയി 13 അമ്മയായിട്ടുള്ള മരിയയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല കേട്ടോ ആൾക്കാർക്ക്. ഇവിടെ നിന്ന് കാണാനും ഭംഗി ആസ്വദിക്കാനും ഇനി പറ്റുള്ളൂ. അത് ഇപ്പോൾ ഫ്രഞ്ച് സെനേറ്റിൻ്റെ ബിൽഡിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. അതിലേക്ക് ഇങ്ങനെ വെയിൽ അടിക്കുമ്പോൾ ശരിക്കും ഒരു ഗോൾഡൻ കളറായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറച്ച് വലിയൊരു ലോണും ഒക്കെ ആയിട്ടായിരുന്നു. ഈ കാണുന്നത് ഞങ്ങൾ ലക്സംബർഗ് ഗാർഡനിൽ നിന്നും അടുത്തൊരു സ്പോട്ടിലേക്ക് വന്നതാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് പാൻതിയൺ. റോമിൽ ഒരു പാൻതിയൺ ഉണ്ട്. ആ പാൻതിയണിൻ്റെ അതേ സ്ട്രക്ചറിൽ പാരീസിൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് കേട്ടത്. ലൂയി 15 കാലത്താണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷേ ഇത് കൺസ്ട്രക്ഷന് മുന്നേ തന്നെ ആള് മരിക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ മുകളിലൊരു ഡോമുണ്ട്. ആ ഡോം ഫുൾ സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരു ക്രോസും ഉണ്ട് അതിൻ്റെ മുകളിൽ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഏകദേശം കഴിഞ്ഞു. പാൻതിയണും ലക്സംബർഗ് ഗാർഡനും ഈഫൽ ടവറും ഒക്കെ കണ്ട് നല്ല ഉഷാറായിട്ട് കുഞ്ഞുണ്ണി അത്യാവശ്യം ഉറക്കമൊക്കെ വരുന്നുണ്ട്. അവനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് നടത്തിക്കുന്നത്. ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോകുന്നത്.